ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. 2 ടയർ കേക്കിൻ്റെ സ്റ്റാക്കിങ്ങും അതുപോലെ തന്നെ കേക്കിൽ കളർ കൊടുക്കണമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. നിർഭാഗ്യവശാൽ നിങ്ങൾക്കത് കാണാനുള്ള യോഗമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എടുത്ത വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തു പോയി. ബാക്കിയുള്ള പാർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളർ ചേർത്തതും മിക്സ് ചെയ്തതും ഒന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. വീഡിയോയിൽ ഒരുപാട് നമ്മൾ വീഡിയോസ് എടുക്കുന്ന ടൈമിൽ അത് എഡിറ്റ് ചെയ്യാതെ ഇരിക്കുന്ന ടൈമിൽ വേറെ വീഡിയോ പിന്നെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഫോൺ ഹാങ് ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എടുത്തിട്ട് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഡിലീറ്റ് ആയി ചെയ്തു പോയപ്പം ഈ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ കൂടി എടുത്ത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ കേക്കാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ച് കാണും, ഞാൻ കേക്കിൻ്റെ മുകളിലായിട്ട് 3 സ്ക്യൂവർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പതുക്കെ നമ്മൾ സെക്കൻഡ് ടയർ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലേ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്ത് കഴിയുന്ന ടൈമിൽ എന്താ പറയുക, ഒരു അനക്കവും പറ്റാതെ കേക്ക് അവിടെ ഇരിക്കുകയുള്ളൂ. കാരണം ആ ഒരു 3 സ്ക്യൂവറിൻ്റെ സപ്പോർട്ടിൽ, അല്ലെങ്കിൽ സ്ട്രോ യൂസ് ചെയ്താൽ മതി, നല്ല കട്ടിയുള്ള സ്ട്രോ കിട്ടും. അപ്പോൾ അതാ എന്നിട്ട് കേക്ക് വെച്ചിട്ട് ഞാൻ ആ പാലറ്റ് നൈഫ് വലിച്ച ടൈമിൽ ആ കേക്കിലൊക്കെ ജസ്റ്റ് തട്ടിയിട്ടുണ്ട്, ടച്ച് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് ഒന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കും കേട്ടോ. ഇനി അങ്ങനെ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് നമ്മൾ കേക്കിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കാണുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ചെറിയ റിബണൊക്കെ വെച്ചിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി റിബൺ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം ക്രീം വെച്ചിട്ട് അവിടെ ജസ്റ്റ് ഒരു ബോർഡർ ഡിസൈൻ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ റെഡ് കളർ റിബണാണ് ഇവിടെ ചുറ്റി കൊടുക്കുന്നത്. കുറേ പേര് ചോദിക്കാറുണ്ട്, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ഡാർക്ക് റെഡ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് മാജിക് കളേഴ്സിലെ മാജിക് റെഡാണ് കേട്ടോ. ഇതാ നിങ്ങൾ കേക്കിലേക്ക് വെക്കുന്നത് ശ്രദ്ധിക്കണം. ഞാനിവിടെ ടോപ്പേഴ്സ് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട്, ഞാനിത് A4 ഷീറ്റിൽ പ്രിൻറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള സംഭവങ്ങളാണ്. അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഫോണ്ടൻറ്റ് ജസ്റ്റ് പരത്തി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കേക്ക് ഞാൻ 1.5 kg വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റിലാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ പാനും അതുപോലെ തന്നെ 5 ഇഞ്ചിൻ്റെ പാനും അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഡിലീറ്റ് ആയി പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സെയിം ഇതുപോലെ തന്നെ എനിക്ക് ഒരു ഓർഡറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി ഭാഗങ്ങളൊന്നും ഡിലീറ്റ് ചെയ്യാതെ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനി എങ്ങനെ എഡിറ്റ് ചെയ്യും, എന്ത് പറഞ്ഞ് എഡിറ്റ് ചെയ്യുമെന്ന്. അപ്പോഴാണ് നമുക്ക് സെയിം ഇതേപോലെ തന്നെ കാണിച്ചിട്ട് ഒരു ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇനി ഈ വെക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുത്തത് തന്നെയാണ്. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കണമെന്ന് നമ്മൾ നോർമൽ ഷോപ്പിൽ ചോദിച്ചാൽ മതി, അവിടെ നിന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ടിയുള്ള ഒരു പേപ്പർ തന്നെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്ന ആ റൗണ്ട്സ് എല്ലാം പിന്നെ ഫോണ്ടൻ്റാണ് കേട്ടോ. ഫോണ്ടൻറ്റ് ബ്ലാക്കും റെഡും ഒന്ന് പരത്തിയെടുത്തിട്ട് അത് നമ്മളെ നോസിലുണ്ടല്ലോ, നോസിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളെ കേക്ക് ഡെലിവറി ചെയ്യുന്ന തൊട്ട് മുന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട്, മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ ഒരു വലിയ സ്ക്യൂവർ, ഒരു വുഡൻ സ്റ്റിക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിക്കുള്ള വുഡൻ സ്റ്റിക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇതിൽ കാണാനില്ല, വീഡിയോ എടുത്തിരുന്നോ എന്നുള്ളതും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് ഞാൻ കുറേ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേക്ക് വീഡിയോ ആണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്കും അതുപോലെ കേക്കിൻ്റെ ആ ഒരു ബോർഡിലാണ് കേട്ടോ നമ്മൾ പേര് എഴുതി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സെയിം ഒരു ഇതേപോലെ തന്നെ മിക്കി മൗസിൽ ചെയ്യാൻ പറഞ്ഞിട്ടൊരു കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡെക്കറേഷൻസും കാര്യങ്ങളും ഞാൻ ഇതിലൊന്ന് കാണിക്കാം. അപ്പോൾ അതാ ഞാനിപ്പോൾ ക്രീം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനൽ കോട്ട് ചെയ്യാൻ മാത്രമായിട്ടുള്ള ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ പിങ്ക് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇത് ക്രീമെല്ലാം എടുത്തതിന് ശേഷമാണ് പിങ്ക് ഇട്ടിച്ച് നോക്കുമ്പോൾ എൻ്റെ പിങ്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള കളർ ബസൂക്ക പിങ്കാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തപ്പോൾ ഇനിയിപ്പോൾ ഷോപ്പിൽ പോയി വാങ്ങി വന്നിട്ടൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ക്രീം ബീറ്റ് ചെയ്ത് ഇരിക്കുകയല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു നോക്കി. അപ്പോൾ ഇവർക്ക് പ്രത്യേക ഒരു കളറൊന്നും ചോയ്സ് ഉണ്ടായിരുന്നില്ല. ഞാനിത് പിങ്കിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ കരുതി അവരെ ബേബിയുടെ ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു പീച്ച് കളറാണ് കേട്ടോ. അപ്പോൾ പീച്ച് കളറിൽ ഈ ഒരു തീം ചെയ്താൽ ഭംഗി ഉണ്ടാവുമോ എന്ന് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് പീച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വീണ്ടും ജസ്റ്റ് യെല്ലോ ആഡ് ചെയ്ത് യെല്ലോ അല്ല, ഓറഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അപ്പോൾ ഒരു വെടക്ക് കളറാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കളർ കൊടുക്കുന്നത് അവിടെ ഉപേക്ഷിച്ചു. അപ്പോൾ ഓറഞ്ചും പിങ്കും കൂടി മിക്സ് ചെയ്തപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം ജസ്റ്റ് ഒരു കുറച്ച് ഭാഗത്തേക്ക് എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട്, അപ്പോൾ ആ ഒരു പീച്ച് എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ ആ ഒരു കളറിൽ. അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കളർഫുൾ ആവില്ല, അവർക്ക് കേക്ക് നല്ല കളർഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അടുത്ത് കുറച്ച് റെഡ് ക്രീം മിക്സ് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഞാൻ ഇതിനെ ഒരു ലൈറ്റ് റെഡാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ പിറ്റേ ദിവസം ഞാൻ എന്തായാലും ഇതിൽ എയർ ബ്രഷ് ചെയ്ത് കൊടുക്കാമെന്നാണ് കരുതിയിട്ട്. എയർ ബ്രഷിലാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് പിന്നെ കളർ വാങ്ങി കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഞാനിതിന് എയർ ബ്രഷ് കളർ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്ക് 2 kg വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്കിലാണ് ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ പാനും അതുപോലെ തന്നെ 6 ഇഞ്ചിൻ്റെ പാനാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ റെഡും കൂടി ചേർത്തപ്പോൾ നമ്മൾ ക്രീം ഈ ഒരു കളറിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഫൈനലായിട്ട് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഒരു ലൈറ്റ് കളറാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിതിന് ഡാർക്ക് ആക്കാൻ പിറ്റത്തെ ദിവസമാണ് ഞാനിതിലേക്ക് എയർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഡാർക്ക് റെഡ് കിട്ടാനാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കുറച്ച് ക്രീമിലേക്ക്, ഇപ്പോൾ നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഫൈനൽ കോട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് കപ്പ് ക്രീമൊക്കെ മതിയാവും. അപ്പോൾ അതിലേക്ക് മാത്രമായിട്ട് നമ്മൾ എന്താ പറയുക, റെഡ് കളർ കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഒരു 5-6 ഡ്രോപ്സ് ഇട്ടിക്കുമ്പോഴേക്കും നല്ല ഡാർക്കായിട്ട് കിട്ടും. നമ്മൾ ഒരുപാട് ക്രീം എടുത്തിട്ട് അതിലേക്ക് നല്ല ഡാർക്ക് റെഡ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് നോക്കരുത്. അപ്പോൾ നമുക്ക് ഒരു ബോട്ടിൽ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എത്ര ഡ്രോപ്പ് ഇറ്റിച്ചപ്പോഴാണ് ഈ ഒരു കളർ കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ക്രീമിനനുസരിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കളർ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് ഡാർക്ക് ആക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതുവരെ എൻ്റെ റെഡ് ഒന്നും കൊടുത്തിട്ട് കയ്പ്പ് ടേസ്റ്റ് വന്നൊന്നും ഒരു കസ്റ്റമറും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നിങ്ങൾ ക്യാമറ ശ്രദ്ധിച്ച് കാണും, ഞാൻ എന്താ പറയുക റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇതുപോലെ ക്യാമറ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസാണ്. പിന്നെ എന്താ പറയുക, ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് എയർ ബ്രഷിലാണ്. അപ്പോൾ നമുക്ക് 2 രീതിയിലും നമുക്കിതുപോലെ കളർ കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ പിറ്റത്തെ ദിവസം ബസൂക്ക പിങ്ക് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ബസൂക്ക പിങ്ക് വാങ്ങിയിട്ട് നമ്മൾ ആ ഒരു എയർ ബ്രഷിൻ്റെ ബോട്ടിലിൽ അതും കുറച്ച് ഇവാപ്രേക്സും മിക്സ് ചെയ്തിട്ടാണ് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഇത് സ്പ്രേ ചെയ്യണത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അത് ഡീറ്റെയിൽസ് ആയിട്ട് പറയാത്തത്, വീഡിയോയിൽ കാണാത്തത്. അപ്പോൾ നിങ്ങൾ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 രീതിയിലും ഡയറക്റ്റ് കേക്കിലേക്ക് ഡാർക്ക് കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ എയർ ബ്രഷ് ചെയ്തിട്ടും കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഈ ഒരു കേക്കിലേക്ക് ടോപ്പേഴ്സ് ഞാൻ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയിട്ട് അതിലത്തെ സ്റ്റിക്ക് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിൽ വെക്കണതൊക്കെ സ്റ്റിക്കിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ ഒക്കെ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഇനി ഞാൻ റെഡ് കേക്കൊക്കെ വരുന്ന ടൈമിൽ ഞാൻ അതിൽ എങ്ങനെയാണ് കളർ, എത്രത്തോളം കളർ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ ശരിക്കും ഒന്ന് ഡയറക്റ്റ് വീഡിയോ എടുത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. ഇനി ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ മോഡൽസ് അതുപോലെ തന്നെ റീൽസ് എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് ഫോളോ ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് കേക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു IDയിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ സ്ഥലം പിന്നെ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയാണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. അത് പ്രത്യേകം പറയാൻ കാരണം കുറേ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തു നിന്നൊക്കെ നമ്മൾക്ക് കേക്ക് ഓർഡർ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഇനി ഈ ചാനൽ പുതുതായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.